രാജ്യം ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ജമ്മു കാശ്മീരിലെ. ഇപ്പോൾ റിസൾട്ട് വന്നപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം മുന്നിലേക്കെന്നാണ്. എന്നാൽ ഈ ജമ്മു കാശ്മീരിൻ്റെ ചുമതലയുള്ള ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് 5 പേരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇത് സംബന്ധിച്ച് ചില ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്താണ് ഈ നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആശയക്കുഴപ്പമുണ്ടല്ലോ ആളുകൾക്ക്, അതൊന്ന് പരിഹരിക്കാൻ? അതെ, ഇപ്പോഴത്തെ കക്ഷി നില വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ കക്ഷി നില വെച്ചിട്ട് ഈ ലഫ്റ്റനൻറ്റ് ഗവർണർ മനോജ് സിൻഹ, അദ്ദേഹം BJP നിയമിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം 5 പേരെ അദ്ദേഹത്തിന് നാമനിർദ്ദേശം ചെയ്യാം. ആ 5 പേരെ നാമനിർദ്ദേശം ചെയ്താൽ ഈ BJPയും മറ്റ് BJP വേറെ സഖ്യകക്ഷികളെ കൂടി കിട്ടിയാൽ അതേഴ്സ് എന്ന് പറയുന്ന 10 പേര് കാണും. അതെ. പിന്നെ PDPയുടെ 3 പേര്, അങ്ങനെ ഏതാണ്ട് ആ അതേഴ്സിനെയും PDP എന്നുള്ള 3 പേരെയൊക്കെ കിട്ടിയാൽ BJP ഏതാണ്ട് കട്ടക്ക് എന്ന് പറഞ്ഞ നിലയിൽ ഒരു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ചെറിയ സംഖ്യയല്ല. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആരെങ്കിലും ഒക്കെ കാലുമാറാനും ഒക്കെ രാഷ്ട്രീയമല്ലേ. അതെ, പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ MLA-മാരൊക്കെ വീഴില്ലേ. വീഴും. ആദർശശാലികളൊക്കെ ഇപ്പൊ രാഷ്ട്രീയത്തിൽ വളരെ കുറവല്ലേ. അപ്പൊ അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരകാലമൊന്നുമല്ല അല്ല. അപ്പോ ഇങ്ങനൊരു സാധ്യതയുണ്ട്, ഒരു സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇനി നമ്മൾ അങ്ങനെയല്ല, NCയും കോൺഗ്രസ് സഖ്യത്തിനാണ് ഭൂരിപക്ഷം എന്ന് കാണുന്നത് കൊണ്ട് ഈ അതേഴ്സ് എന്ന് പറഞ്ഞവരോ PDP ഞങ്ങൾ PDPയുടെ പിന്തുണ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഫറൂഖ് അബ്ദുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ഒമർ അബ്ദുള്ളയ്ക്കൊന്നും അതിൽ വിരോധമൊന്നുമില്ല. അവരെ സ്വീകരിക്കേണ്ട കാര്യമില്ല. സ്വീകരിച്ച് ഒരു മന്ത്രിസ്ഥാനം മറ്റോ കൊടുത്താൽ ആ 3 പേരും കൂടിയൊക്കെ കൂടെ വരും. അപ്പോൾ പൊതുവെ ഈ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് മന്ത്രിസഭ വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ കക്ഷി നില വെച്ച് കാണുന്നത്. എങ്കിലും അങ്ങനെ വന്നാലും ഈ ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്ന 5 പേരുണ്ടല്ലോ, അവർ BJP അനുകൂല ആളുകളായിരിക്കും. ആ 5 പേര് അങ്ങനെ നാമനിർദ്ദേശം ചെയ്താലും കശ്മീരിൽ അതൊരു വിവാദ വിഷയമായിട്ട് തുടരും. അതുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നാഷണൽ കോൺഫറൻസുകാരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ നാമനിർദ്ദേശം ചെയ്യാൻ ഗവർണർക്ക് അധികാരമില്ല. അത് മന്ത്രിസഭ ഉപദേശിക്കുന്ന, മന്ത്രിസഭയൊക്കെ വന്നിട്ട് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം, ആംഗ്ലോ ഇന്ത്യൻ നോമിനിയൊക്കെ മുമ്പുണ്ടായിരുന്നില്ലേ ഇവിടെ, അതുപോലെയൊക്കെ മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമേ നാമനിർദ്ദേശം ചെയ്യാവൂ എന്നാണ് കോൺഗ്രസ് പറയുന്നത്. സാധാരണഗതിയിൽ ഈ ടെലിവിഷൻ്റെ മുമ്പിൽ ഇപ്പോൾ ഈ വിനു ജോൺ ഒക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കാം. ഇങ്ങനെ അതിൻ്റെ അകത്ത് കാര്യമുണ്ട് എന്നൊക്കെ അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അത് ഗവർണറുടെ ഡിസ്ക്രിഷൻ ആണെന്നാണ്. ഗവർണറുടെ വിവേചനാധികാരത്തിൽപ്പെട്ടതാണ്. കാരണം പുതുച്ചേരിയിൽ 3 പേരെ കേന്ദ്ര സർക്കാരിന് നാമനിർദ്ദേശം ചെയ്യാം. അത് മറ്റേ എന്താ പറയുക, കേന്ദ്ര ഭരണപ്രദേശമാണ്. അതെ, അതുപോലെയാണ് പുതുതായി കേന്ദ്ര ഭരണപ്രദേശമായ സ്ഥലമാണ് ജമ്മു കശ്മീർ. പുതുച്ചേരിയുമായിട്ടാണ് ജമ്മു കശ്മീരിന് നിയമത്തിൽ സാമ്യം. അപ്പോൾ ഈ കേന്ദ്രം നാമനിർദ്ദേശം ചെയ്യുമെന്നാണ് പുതുച്ചേരി ആക്ടിൽ എഴുതി വച്ചിരിക്കുന്നത് എങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർ നാമനിർദ്ദേശം ചെയ്യുമെന്നാണ് ഈ ജമ്മു കശ്മീർ ആക്ടിൽ എഴുതി വച്ചിരിക്കുന്നത്. ഡൽഹി കോർപ്പറേഷനിലെ അവിടെ ആൽഡർമെൻ എന്ന് പറഞ്ഞിട്ട് 10 പേരെ ലഫ്റ്റനന്റ് ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാമെന്ന് അവിടുത്തെ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഡൽഹി മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ലല്ലോ, വേറെ നിയമമാണ് അവിടെ. അപ്പോൾ അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർക്കുള്ളതുപോലെ ഉള്ള അധികാരം തന്നെയാണ് ജമ്മു കാശ്മീരിലുള്ളത്. അവിടെ ലഫ്റ്റനന്റ് ഗവർണറാണ് 10 പേരെ കോർപ്പറേഷനിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്. അതുപോലെ 5 പേരെ ഇദ്ദേഹം, പിന്നെ 5 പേര് എങ്ങനെയാണ് എന്നുള്ളത് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യം മുമ്പത്തെ നിയമത്തിൽ 3 പേരെ 2 പേരെ നാമനിർദ്ദേശം ചെയ്യാം എന്നുള്ളതായിരുന്നു ഈ ജമ്മു കശ്മീർ നിയമത്തിൽ. പിന്നെ ഈ റീഓർഗനൈസേഷൻ ഈ 370 വിത്ത്ഡ്രോ ചെയ്തല്ലോ, അബ്രോഗേഷൻ, പ്രത്യേക പദവിയൊക്കെ നീക്കിയില്ലേ. അത് കഴിഞ്ഞിട്ട് 3 പേരെ കൂടി നോമിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിയമം ഭേദഗതി ചെയ്തു. അപ്പോൾ ആദ്യത്തേതിൽ 2 പേരെ നോമിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് സ്ത്രീകളുടെ പ്രാതിനിധ്യം വേണ്ടത്ര ഇല്ലെങ്കിൽ 2 പേരെ
എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരുന്നത്. കാരണം അവിടെ ഒരു പ്രത്യേക മതവിഭാഗം ആയതുകൊണ്ടും അവർ സ്ത്രീകളെ നിർത്താത്തത് കൊണ്ടും ഒക്കെയാണ് അത് വന്നിട്ടുണ്ടാവുക. പിന്നെ 3 വന്നതിൽ എങ്ങനെയാന്ന് വെച്ചാൽ പിന്നെ 3 കൂടി വന്നു. അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ പലായനം ചെയ്തില്ലേ അവിടെ നിന്ന് പുറത്തേക്ക് പണ്ഡിറ്റുകൾ, അവരിൽ നിന്ന് 2 പേര്, അതിലൊരാൾ സ്ത്രീ ആയിരിക്കണം, 2 പേര്. പിന്നെ POK പാക് അധീന കശ്മീരിൽ നിന്ന് മടങ്ങി വന്നവർ, അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്തവർ, അതിലൊരാൾ. അങ്ങനെയാണ് 3 പേര്. അത് കശ്മീരിൻ്റെ പ്രത്യേകാവസ്ഥയിൽ ഈ 5 എന്നുള്ളത് കറക്റ്റാ. മറ്റേത് 2 പേര് സ്ത്രീകൾ, പിന്നെ 3 പേര് എന്ന് പറയുന്നത് 2 പണ്ഡിറ്റുമാർ, അതിലൊരു സ്ത്രീ വരണം. സ്ത്രീ വേണമെന്ന് നിർബന്ധമാണ്. പിന്നെ POKയിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത ഒരാൾ. അങ്ങനെയാണ് 5 പേര്. ആ 5 പേരെ മനോജ് സിൻഹയ്ക്ക് ഈ നിയമസഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ നാമനിർദ്ദേശം ചെയ്യാം. അപ്പോൾ പുതിയ നിയമസഭ വരുമ്പോൾ ആ നിയമസഭയിൽ ഈ 5 പേരും കൂടി ഉണ്ടാവും. 90 പേര് നിയമസഭ എന്നുള്ളത് 95 ആവും. അപ്പൊ ഭൂരിപക്ഷത്തിന് 48 സീറ്റ് വേണം. പിടികിട്ടിയോ? മനസ്സിലായി. 48 ആണ് ഏതാണ്ട് കിട്ടുന്നതെന്ന് തോന്നുന്നു. 47 വരണം. 48 എന്ന് പറഞ്ഞാൽ ആ ഭൂരിപക്ഷത്തിന്റെ അവിടെ വരുന്നുണ്ട്. ഈ 5 പേര് വെച്ചിട്ട് എന്തായാലും 5 പേരുടെ നാമനിർദ്ദേശം. അതുകൊണ്ടും BJP മന്ത്രിസഭ ഉണ്ടാക്കുമോ എന്നുള്ളത് 2ാമത്തെ ചോദ്യം. മറ്റുള്ളവരെല്ലാം കൂട്ടുപിടിച്ച്. പക്ഷേ ഈ അതേഴ്സ് എന്നുള്ളതിൻ്റെ അകത്ത് എനിക്കൊരു സംശയം, ഞാനത് ശരിക്കും പരിശോധിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ സ്വതന്ത്രരായിട്ട് ജമാഅത്തെ ഇസ്ലാമി കുറേ പേരെ മത്സരിപ്പിച്ചിരുന്നു സ്വതന്ത്രരായിട്ട്. ഇപ്പോൾ ഈ അതേഴ്സിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ എത്ര പേരാണ് ജയിച്ചു വന്നിട്ടുള്ളത് അതറിയാൻ പറ്റും എന്നുള്ളത് നമുക്കറിയില്ല. എഞ്ചിനീയർ റഷീദ് ഒക്കെ നേരത്തെ MP ആയിട്ടൊക്കെ ജയിച്ചത്. മാത്രമല്ല ഇപ്പോൾ ജമ്മുവിൽ അത്യാവശ്യം ശക്തി കാണിച്ചിട്ടുണ്ട് BJP. പക്ഷേ റാലിയിൽ കശ്മീർ താഴ്വരയിൽ നാഷണൽ കോൺഫറൻസിന് ഭൂരിപക്ഷം കിട്ടുന്നത് കൊണ്ട് ആ പഴയ രീതിയിൽ അവിടെ വലിയ വ്യത്യാസം വന്നിട്ടില്ല. വോട്ടെടുപ്പിൽ 60% ആളുകളൊക്കെ വന്നു. നല്ല വോട്ടെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു ജനാധിപത്യം അവിടെ വേരൂന്നിയിട്ടുണ്ട്. പക്ഷേ വാലി മാറിയിട്ടില്ല. അല്ല, അത് കാശ്മീരിലെ ഭൂരിപക്ഷവും ഈ മുസ്ലിം വംശജരാണല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ നാഷണൽ കോൺഫറൻസ് ഒരു മുൻതൂക്കം കിട്ടിയേക്കാം. പക്ഷേ ഈ വോട്ടിന്റെ ഒരു പാറ്റേൺ വരുമ്പോഴല്ലേ വോട്ട് മാറിയിട്ടുണ്ടോ, വിഹിതം എത്ര ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതൊക്കെ പിന്നീട് വരും. അപ്പോൾ ഈ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളോ TVയോ പറയുന്നൊന്നുമല്ല ശരി. ഗവർണർക്ക് നിയമിക്കാം 5 പേരെ, നാമനിർദ്ദേശം ചെയ്യാം MLA-മാരെ. ഗവർണർ നാമനിർദ്ദേശം ചെയ്യണം. അതിന് മന്ത്രിസഭയുടെ ഒന്നും ഉപദേശം വേണ്ട. നാമനിർദ്ദേശം ചെയ്യണം എന്ന് നിയമത്തിൽ കൃത്യമായിട്ട്. അപ്പോൾ 5 പേര് കൂടി അവിടെ BJPയുടെ MLA-മാർ. ഈ കിട്ടിയ 25 എന്ന് നിലവിൽ വരുന്നത് 29 വരുന്നുണ്ട് BJPക്ക്. ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 29 5 ആയപ്പോൾ തന്നെ 34 വരും. പിന്നെ അതേഴ്സ് ഒരു 10 ഉണ്ട്. അപ്പം 44ആയി. 3 PDP. അപ്പം 47. ഒരു കളിക്കുള്ള സ്കോപ്പ്. അതെ, ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ പോലും നാഷണൽ കോൺഫറൻസ് കോൺഗ്രസിന്റെ മന്ത്രിസഭ വന്നാലും നാഷണൽ കോൺഫറൻസിന് ഈ കോൺഗ്രസിന്റെ കാര്യമൊന്നുമില്ല. കോൺഗ്രസ് പറ്റിപ്പിടിച്ച് വേണമെങ്കിൽ കോൺഗ്രസ് 3 പേര് BJP ആക്കി മാറ്റുകയൊക്കെ ചെയ്യാം. കോൺഗ്രസ്സുകാർക്ക് വലിയ വിരോധമൊന്നും ഉണ്ടാവില്ല. അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ വേണേലും കളി മാറാലോ. അതെ. അപ്പോൾ അതുകൊണ്ട് ഈ 5 പേരൊരു വലിയ പ്രശ്നമായിട്ട് നിൽക്കും. ആ 5 പേര് പ്രശ്നമാവുന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ അതിനെതിരെ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഒക്കെ ഞങ്ങള് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കും എന്നൊക്കെ പറയുന്നത്. സുപ്രീം കോടതിയിലൊക്കെ ഹൈക്കോടതികളിലൊക്കെ സെറ്റിൽ ചെയ്ത പ്രശ്നമാണിത്. ഇനി അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പുതുച്ചേരിയുടെ കാര്യത്തില് മുമ്പ് 3 പേരെ കിരൺ ബേദി അവിടെ ഗവർണർ ആയിരുന്നല്ലോ, ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നപ്പോൾ അവർ 3 പേരെ നോമിനേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ കോൺഗ്രസ്സുകാർ അതിനെതിരെ സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി തള്ളി. സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പറഞ്ഞു അത് ബേദി ചെയ്തതിന് തന്നെയാണ് ശരി, കേന്ദ്രത്തിൻ്റെ നോമിനേഷനാണെന്ന് ആ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്നും പറഞ്ഞൊന്നും ഇവിടെ വരേണ്ടതില്ല എന്ന്. അപ്പോൾ കോടതിയിൽ സെറ്റിൽ ചെയ്ത
ഒരു ഇഷ്യൂ പുതുച്ചേരിയുടെ കാര്യത്തിലുണ്ട്. ആ പുതുച്ചേരിയിലെ ലഫ്റ്റനന്റ് ഗവർണർ പോലെ തന്നെയാണ് ഇവിടെ ഡൽഹിയിലും. അവർ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ വേറെ ചോദ്യമൊന്നുമില്ല. കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കില്ല അങ്ങനെ ഒരു കേസ്. അതാണ് നിൽക്കുന്നത്. ഇത് ഈ JNK റീഓർഗനൈസേഷൻ ആക്ട് 2019 വന്നപ്പോഴാണ് രണ്ടുപേരുടെ കാര്യം വന്നത്. കഴിഞ്ഞ കൊല്ലം 2023 ഭേദഗതിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഗതി മാറി. അപ്പോഴാണ് ഈ 5 പേരെന്ന് വന്നത്. അതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ സംഗതി. അതുകൊണ്ട് മറ്റേ ഭരണഘടനയുടെ മറ്റേ 7ാമത്തെ ഷെഡ്യൂളിൽ പറയുന്ന ഈ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചിട്ട് ഗവർണർ പ്രവർത്തിക്കണം എന്നുള്ളത് ലഫ്റ്റനന്റ് ഗവർണറുടെ കാര്യത്തിലല്ല, മറ്റേ ഗവർണർമാരുണ്ടല്ലോ അതിലാണ്. ഇതിൽ ബാധകമല്ല. ഈ റീഓർഗനൈസേഷൻ ആക്ടിൽ അങ്ങനെ ബാധകമല്ല. പുതുച്ചേരിയിൽ കേന്ദ്രമെന്നും JNKയിൽ ലഫ്റ്റനന്റ് ഗവർണർ എന്നുമാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ പുതുച്ചേരിയിലെ കേന്ദ്രം എന്ന് പറയുന്നതും ഗവർണർ തന്നെയാണ് നോമിനേറ്റ് ചെയ്തത്. ഞാൻ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്ന വാക്ക് വ്യത്യാസമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി പുതുച്ചേരിയിലെ ആ 3 പേർക്ക് അവിശ്വാസ പ്രമേയം തുടങ്ങി ബജറ്റ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും വോട്ടവകാശം ഉണ്ട്. അതുപോലെ ജമ്മു കാശ്മീരിൽ ഗവർണർ മനോജ് സിൻഹ നോമിനേറ്റ് ചെയ്യാൻ പോകുന്ന 5 പേർക്കും നിയമസഭയിലെ എല്ലാ കാര്യത്തിലും വോട്ടവകാശമുണ്ട്. ഒരു ഫുൾ മെമ്പർ എന്തൊക്കെ ചെയ്യാമോ അത് തന്നെ. അവിശ്വാസ പ്രമേയമൊക്കെ വന്നു കഴിഞ്ഞാൽ BJPക്ക് വേണ്ടി നിലകൊള്ളാം. അത് നോമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാ അവകാശങ്ങളും അവർക്ക് കിട്ടും. ആംഗ്ലോ ഇന്ത്യൻ നോമിനിക്ക് ഇവിടെ വോട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആംഗ്ലോ ഇന്ത്യൻ നോമിനി എൻ്റെ ഓർമ്മയിൽ പണ്ട് EMSന്റെ കാലത്ത് B രാമകൃഷ്ണ റാവു തന്നെ ചോദിക്കാതെയൊക്കെ നോമിനേറ്റ് ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നത്. എൻ്റെ ഒരു പുസ്തകത്തിൽ നക്ഷത്രവും ചുറ്റികയും എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അത് കൃത്യമായിട്ട് ഉണ്ടാവും. അന്ന് അങ്ങനെ നമ്മൾ കേന്ദ്രത്തിൻ്റെ ആളാണെന്നും പറഞ്ഞ് അങ്ങനെ ഗവർണർ ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ 2018 മറ്റേ BJP മറ്റേ 3 പേര് നോമിനേറ്റ് ചെയ്തു പുതുച്ചേരിയിൽ. ഹൈക്കോടതിയിൽ കേസിന് പോയി കോൺഗ്രസ്. പക്ഷേ ആ നോമിനേഷൻ ശരിവെച്ചു. 2018 ഡിസംബറിൽ സുപ്രീം കോടതിയും അത് ശരിവെച്ചു. കാരണം 1963 കേന്ദ്രഭരണ പ്രദേശ ആക്ട് ആണ് പുതുച്ചേരിക്ക് ബാധകം. അതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നാമനിർദ്ദേശം ഇങ്ങനെയാണ്, സാധാരണ MLAയും നോമിനേറ്റഡ് MLAയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഇതൊക്കെ നിയമത്തിൽ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അതിൽ JNK മറ്റേ ആക്ടിൻ്റെ സെക്ഷൻ 15 ആ 2 പേരുടെ നോമിനേഷൻ പറയുന്നത്, ജമ്മു കാശ്മീർ. അപ്പോൾ ഇപ്പോൾ പിന്നെ ഭേദഗതിയിൽ 3 പേർ കൂടി എന്ന് പറഞ്ഞത് മുമ്പ് സെക്ഷൻ 47 ഉണ്ടായിരുന്നതാണ്. അതിൽ മന്ത്രിസഭയുടെ ഉപദേശം എന്നൊക്കെ പറയുന്നത്. അതല്ല ഈ ഭേദഗതിയിൽ വരുന്നത് ജമ്മു കാശ്മീർ പുനഃസംഘടന നിയമം, റീഓർഗനൈസേഷൻ ആക്ട്, അതിൻ്റെ സെക്ഷൻ 15A 15B. ഞാൻ സെക്ഷൻ പറഞ്ഞല്ലോ, 15A 15B ഞാൻ വായിച്ചതാണ്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലഫ്റ്റനന്റ് ഗവർണറാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്, അവർക്ക് എല്ലാ അധികാരങ്ങളും MLAമാർക്ക് ഉണ്ടാവും എന്ന്. അതാണ് ഡൽഹിയിലെ കാര്യം കൂടി ഞാൻ പറഞ്ഞത്. കിരൺ ബേദിയുടെ കേസിലുള്ള വിധി, ആ പുതുച്ചേരി കേസിലെ വിധി 2018 മാർച്ച് 22 ആ വിധിയൊക്കെ അപ്പോൾ കോടതികളിൽ ഇത് സെറ്റിൽ ചെയ്ത ഇഷ്യൂ ആണ്. ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞാലും പുതുച്ചേരിയിൽ ഇങ്ങനെയായിരുന്നു. നിയമപ്രകാരം കോടതിക്ക് നടക്കാൻ പറ്റുള്ളൂ. ആ വിധി മറ്റേ പുതുച്ചേരി കേസിൽ AK സിക്രി സുപ്രീം കോടതിയിൽ അദ്ദേഹമാണ് ജഡ്ജി, അദ്ദേഹമാണ് അത് വിധിച്ചത്. കോൺഗ്രസിൻ്റെ പരാതി എടുത്ത് തള്ളിക്കളഞ്ഞു. പിന്നെ BK സക്സേന മറ്റേ ആൽഡർമെൻ നമ്മുടെ കോർപ്പറേഷനിലേക്ക് 10 പേരെ നാമനിർദ്ദേശം ചെയ്തതിനെതിരെ കേസ് സുപ്രീം കോടതിയിൽ ചെന്നു. അപ്പോൾ സുപ്രീം കോടതിയിൽ ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ്, PS നരസിംഹ, JB പാർദിവാല 3 അംഗ ബെഞ്ച് അവർ തള്ളി. കാരണം നിയമത്തിൽ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, ഇങ്ങനെയാണ്. അതുകൊണ്ട് ആ 5 പേരെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോമിനേറ്റ് ചെയ്താൽ അവിടെ 5 BJP MLAമാരെ ഈ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട കക്ഷി നിലയുടെ അപ്പുറം 5 പേരെ കൂടി കിട്ടും. അതാണ് BJPയുടെ കക്ഷി നില വരിക. അപ്പോൾ വരുന്നത് ആ 5 പേരും കൂടി അതിൽ കൂടും. അപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിൻ്റെയും നാഷണൽ കോൺഫറൻസിൻ്റെയൊക്കെ മുറവിളിക്കൊന്നും യാതൊരു അർത്ഥവും ഇല്ല. ഒരർത്ഥമില്ല. അത് കോടതികളിൽ സെറ്റിൽ ചെയ്താണ്, നിയമം കൃത്യമാണ്.
ഞാൻ സെക്ഷൻ പറഞ്ഞില്ലേ, 15A 15B റീഓർഗനൈസേഷൻ ആക്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട് അത് ഗവർണർ നോമിനേറ്റ് ചെയ്യും, അവർക്കെല്ലാ അവകാശവും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കേസിനൊക്കെ പോവാം. മറ്റേ മനു അഭിഷേക് സിംഗ്വിയൊക്കെ ഇല്ലേ, അദ്ദേഹത്തിനൊക്കെ വാദിക്കാം, കപിൽ സിബലിനൊക്കെ വാദിക്കാം, കാര്യമൊന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ഇറ്റ് ഇസ് സെറ്റിൽഡ് എന്നവർ പറയും. പുതുച്ചേരിയിലൊക്കെ ഇവിടെ വന്നാണ് ഇതൊക്കെ, വക്കീലും BJPയുടെ വക്കീലും ഇതൊക്കെ കോട്ട് ചെയ്യുമല്ലോ, അതെ അതെ അതെ, കേന്ദ്ര സർക്കാരിൻ്റെ വക്കീലും ഒക്കെ ഉണ്ടാവും, അവരുമൊക്കെ പറഞ്ഞോളും. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ ഈ കപടമതേതര ഇടതുപക്ഷ ഹാൻഡിലുകൾക്ക് നിലവിളിക്കാം, വർത്താനം പറയാം. അപ്പോൾ എന്തായാലും ഈ 5 പേരുടെ കാര്യത്തിലൊരു സംശയമുള്ള പ്രേക്ഷകർക്ക് എന്തായാലും ഇതിലൂടെ കാര്യങ്ങളൊക്കെ വിശദമായി മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ലഫ്റ്റനൻറ്റ് ഗവർണർ 5 പേരെ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ BJPയുടെ അംഗസംഖ്യയും കൂടുന്നുണ്ട്. അപ്പം പക്ഷേ ഭരണം ആരിലേക്ക് എത്തും എന്നുള്ളതൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.